ഭാരതാംബ വിവാദത്തിൽ പാർട്ടി നിലപാടിൽ സിപിഐ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ പ്രശംസ. മന്ത്രി പി പ്രസാദിന്റെ ഇടപെടൽ പാർട്ടിക്ക് ഗുണമായെന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ പോലീസ് ഏകപക്ഷീയമായി പ്രവർത്തിച്ചെന്ന് വിമർശനമുയർന്നു. ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത് അശ്വിൻ പാലാടിയാണ്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. മന്ത്രിക്ക് പ്രശംസ, അതേപോലെ തന്നെ പോലീസിന് വിമർശനം, വിവരങ്ങൾ. കൃഷ്ണ, ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രതിനിധി സമ്മേളനം നടക്കുമ്പോഴാണ് പി പ്രസാദിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നത്. ഒരു വിഭാഗം പ്രതിനിധികൾ, ചേർത്തലടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ പി പ്രസാദിന്റെ പല ഇടപെടലുകളും അത് പാർട്ടിക്ക് ഗുണകരമാകുന്ന രീതിയിലല്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ പി പ്രസാദിന്റെ ഈ ഭാരതാംബ വിവാദത്തിലെ നിലപാടുകളെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തിയത്. ഈ ഭാരതാംബ വിവാദത്തിൽ പി പ്രസാദ് സ്വീകരിച്ച നിലപാടുകൾ, തുടർന്ന് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ പ്രതിസന്ധി കാലത്തും CPIക്ക് വലിയ ഗുണമുണ്ടാകുന്ന ഇടപെടലായി എന്നുള്ളതാണ് പ്രതിനിധികൾ ഉയർത്തിയ പ്രശംസ. അത് വലിയ തോതിൽ മറ്റ് പ്രതിനിധികൾ അതിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ വിഷയത്തിൽ പി പ്രസാദിന് ആശ്വസിക്കാവുന്ന നിലപാടാണ്, ആശ്വസിക്കാവുന്ന ഇടപെടലാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായത്. ഒപ്പം ഒരു വിമർശനം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ ഇന്നലെ ഉന്നയിച്ചു. അത് ആഭ്യന്തര വകുപ്പിന് എതിരായുള്ളതാണ്. കാരണം ഈ പി പ്രസാദിന്റെ വീട്ടിലേക്ക് BJP ഒരു മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിനെ പ്രതിരോധിക്കാൻ വേണ്ടി CPI പ്രവർത്തകരും സ്ഥലത്തേക്ക് എത്തി. പക്ഷേ അതിൽ ഏകപക്ഷീയ നിലപാട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് വിമർശനം. അത് CPI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന ഒരു കാര്യത്തെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ആ വിമർശനം ഉന്നയിച്ചത്. പക്ഷേ അതിൽ ഇടപെടുന്നതിലോ ആ കേസ് ഒഴിവാക്കാനോ ഒന്നും പി പ്രസാദ് പോലും ഇടപെട്ടില്ല. അല്ലെങ്കിൽ CPIയുമായി ബന്ധപ്പെട്ട മറ്റ് നേതാക്കളൊന്നും ആ വിഷയത്തിൽ പ്രവർത്തകർക്കൊപ്പം നിന്നില്ല എന്ന പരാതി ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് വിമർശനങ്ങൾക്കൊപ്പം പി പ്രസാദിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളും ഇന്നലത്തെ സമ്മേളനത്തിൽ ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ശരി. ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അശ്വിൻ പാലാഴി.